സാൾട്ട് ആൻഡ് കംഫർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2024 എൻജിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക, അല്ലെങ്കിൽ മിനിമം പാസ് മാർക്ക് എത്രയാണ് എന്ന് നിരവധി പേര് അന്വേഷിക്കുകയുണ്ടായി. കീം പ്രോസ്പെക്ടസിൽ ക്ലോസ് 9.7.5 പറയുന്നുണ്ട്, ക്വാളിഫയിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ ദ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ അഡ്മിഷൻ ടു വേരിയസ് കോഴ്സസ്. അതിൽ ഒന്നാമത് പറയുന്നത് ടു ക്വാളിഫൈ ഇൻ ദ എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ആൻഡ് ദെയർ ബൈ become eligible to figure in the engineering rank list, a candidate must secure a minimum normalized score of 10 in the engineering entrance examination. The candidates who do not secure the minimum stipulated score will not find a place in the rank list. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ ഫിസിക്സ് കെമിസ്ട്രി ഒരു പേപ്പറും അതേപോലെ മാത്തമാറ്റിക്സ് മറ്റൊരു പേപ്പറുമായിട്ടായിരുന്നു പരീക്ഷ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിക്സ് കെമിസ്ട്രി അടങ്ങുന്ന ഒന്നാം പേപ്പറിൽ മിനിമം 10 മാർക്കും അതേപോലെ മാത്തമാറ്റിക്സിൻ്റെ രണ്ടാം പേപ്പറിൽ മിനിമം 10 മാർക്കും അങ്ങനെ 20 മാർക്ക് കിട്ടിയാലായിരുന്നു എൻട്രൻസ് എക്സാം പാസ്സായി എന്ന് പറഞ്ഞിരുന്നത്. അതായത് റാങ്ക് ലിസ്റ്റിൽ വരാൻ ഈ രണ്ട് പേപ്പറിലും വ്യത്യസ്ത പേപ്പർ ആയതുകൊണ്ട് അതിൽ രണ്ടിലും 10 മാർക്ക് വീതം കിട്ടണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതേസമയം പുതിയ പ്രോസ്പെക്ടസിൽ പറയുന്നത് ഇപ്പോൾ CBT ആയതുകൊണ്ട്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് ഒറ്റ പേപ്പറായിട്ടാണ് ഇത് നടത്തുന്നത്. അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ആ ഒറ്റ പേപ്പറാണ്. ആ ഒരു പേപ്പറിൽ നോർമലൈസ്ഡ് സ്കോറായ 10 മാർക്ക് കിട്ടണം എന്നാണ് പറയുന്നത്. ഇവിടെ നോർമലൈസ്ഡ് സ്കോർ, നോർമലൈസേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. നോർമലൈസ്ഡ് സ്കോർ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു സെറ്റ് ഓഫ് കാൻഡിഡേറ്റ്സിനാണ് പരീക്ഷ നടക്കുന്നത്. 5-ാം തീയതി നടക്കുന്ന പരീക്ഷയ്ക്ക് നൽകുന്ന ക്വസ്റ്റ്യൻ അല്ല 6-ാം തീയതി നൽകുന്നത്. 6-ാം തീയതി നൽകുന്ന പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ അല്ല 7-ാം തീയതി നൽകുന്നത്. അപ്പോൾ 5-നും 6-നും നൽകുന്ന ക്വസ്റ്റ്യൻ അല്ല 7-ന് നൽകുന്നത്. 5-നും 6-നും 7-നും നൽകുന്ന ക്വസ്റ്റ്യൻ അല്ല 8-ന് നൽകുന്നത്. അതായത് ഓരോ ദിവസവും ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില ദിവസം ഇത് എളുപ്പമായി പോയി, ചില ദിവസം ഇത് കടുപ്പമായി പോയി എന്നുള്ള പരാതികളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈനൽ സ്കോർ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു നോർമലൈസേഷൻ നടക്കും. ആ നോർമലൈസ്ഡ് സ്കോർ, അങ്ങനെ നോർമലൈസ്ഡ് സ്കോർ 10 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻജിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ പാസ്സായി അവർക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ബേസിക് ക്വാളിഫിക്കേഷൻ അവിടെ വേറെ പറയുന്നുണ്ട്. +2 ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഇതിൽ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് ഇത്ര മാർക്ക് വേണം എന്ന് വേറെ പറയുന്നുണ്ട്, എങ്കിലേ റാങ്ക് ലിസ്റ്റിൽ വരുള്ളൂ. പക്ഷേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ എൻട്രൻസിന് നോർമലൈസ്ഡ് സ്കോറായിട്ട് 10 മാർക്ക് മതി എന്നാണ് ഇവിടെ പറയുന്നത്. അത് എൻജിനീയറിങ്ങിൻ്റെ കേസിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ SC/STക്ക് ഒരു എക്സംഷൻ ഉണ്ട്. ഫോർ SC/ST കാൻഡിഡേറ്റ്സ് ദർ ഈസ് നോ റിക്വയർമെൻറ്റ് ഓഫ് മിനിമം സ്കോർ in the engineering entrance examination. However, the candidate who failed to answer at least one question will be disqualified. അപ്പോൾ SC/ST കാൻഡിഡേറ്റ്സിന് ഈ പറഞ്ഞ 10 മാർക്ക് നേടണം എന്ന്, അല്ലെങ്കിൽ 10 മാർക്ക് കിട്ടിയിരിക്കണം എന്ന് യാതൊരു ആവശ്യവുമില്ല. അവർ 0 മാർക്ക് കിട്ടിയാലും അല്ലെങ്കിൽ മൈനസ് മാർക്ക് കിട്ടിയാലും ഒരുപക്ഷെ ഈ മാർക്ക് ഇതിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും. ഒറ്റൊരു കാര്യം മാത്രമേ അവർ ശ്രദ്ധിക്കാനുള്ളൂ, ഒരു ക്വസ്റ്റ്യനെങ്കിലും അവർ അറ്റൻഡ് ചെയ്തിരിക്കണം. ഹൗവർ ദ കാൻഡിഡേറ്റ്സ് ഹു ഫെയിൽ ടു ആൻസർ അറ്റ് ലീസ്റ്റ് വൺ ക്വസ്റ്റ്യൻ വിൽ ബി ഡിസ്ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ, ആൻസർ വൺ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അവർ അത് ശരിയാക്കിയിരിക്കണം എന്ന് നിർബന്ധം പറയുന്നില്ല. അവിടെ ആൻസർ എന്ന് പറയുന്ന ഉത്തരം എഴുതിയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇവിടെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു വരിയിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ, കീം എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് പാസ്സാകണമെങ്കിൽ, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള മാർക്ക് എന്ന് പറയുന്നത്
മിനിമം മാർക്ക് എന്ന് പറയുന്നത് SC/ST കാറ്റഗറിക്ക് എത്ര തന്നെയായാലും പ്രശ്നമില്ല, അവരൊരു ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ബാക്കി എല്ലാവർക്കും മിനിമം 10 മാർക്ക് മാത്രം കിട്ടിയാൽ മതി. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഉൾപ്പെടുന്ന ആ ഒറ്റ പേപ്പറിൽ 10 മാർക്ക് നോർമലൈസ് ചെയ്തതിന് ശേഷം 10 മാർക്ക് കിട്ടിയാൽ മതി. അതായത് നിങ്ങൾ 3 ക്വസ്റ്റ്യന്, ഫിസിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, മാത്തമാറ്റിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, ഈ 3 ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾ ഉത്തരം ചെയ്തിട്ടുള്ളൂ എങ്കിൽ 12 മാർക്ക് അവിടെ തന്നെ കിട്ടും. അത് 3 കറക്റ്റാണെങ്കിൽ 12 മാർക്ക് അവിടെ തന്നെ കിട്ടും. അത് നോർമലൈസ് ചെയ്യുമ്പോൾ മിക്കവാറും 12 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആവാം, അല്ലെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് കുറയാം. എന്നിരുന്നാലും ചാൻസ് കൂടുതലാണ്, 10ൽ കൂടുതലാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ 3 ക്വസ്റ്റ്യൻസിന് മാത്രം ഉത്തരം എഴുതിയാലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതേപോലെ തന്നെ എന്താണ് ഫാർമസിയുടെ കേസ് എന്നും കൂടി നോക്കാം. അതേ ഇതിൽ തന്നെ 5ാമത്തെ ക്ലോസ് ആയിട്ട് പറയുന്നുണ്ട്, ക്വാളിഫയിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ ദ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ അഡ്മിഷൻ ടു BPharm കോഴ്സ്. അതിൽ പറയുന്നത്, ടു ക്വാളിഫൈ ഇൻ ദ എൻട്രൻസ് എക്സാമിനേഷൻ ആൻഡ് ദെർബൈ ബിക്കം എലിജിബിൾ ടു ഫിഗർ ഇൻ ദ റാങ്ക് ലിസ്റ്റ് ഫോർ അഡ്മിഷൻ ടു BPharm കോഴ്സ്, എ കാൻഡിഡേറ്റ് ഹാസ് ടു സെക്യൂർ എ മിനിമം normalized score of 10 out of index 300 calculated as per clause 974F. The candidates who do not secure the minimum stipulated score will not find a place in the rank list. അവിടെ പറയുന്നത് അവിടെ നോർമലൈസ്ഡ് സ്കോർ ആയിട്ടുള്ള 10 മാർക്ക് കിട്ടിയിരിക്കണം എന്നാണ്. പക്ഷേ ഇവിടെ എക്സാം ഒറ്റൊരു എക്സാമേ ഉള്ളൂ. 6/6/2024 ഉച്ചയ്ക്ക് ശേഷം 3:30 മുതൽ 5 മണി വരെ നടക്കുന്ന 1.5 മണിക്കൂർ എക്സാം മാത്രമേ ഈ BPharm പരീക്ഷയ്ക്കുള്ളൂ. ആ പരീക്ഷയിൽ കിട്ടുന്ന മാർക്കിൽ നോർമലൈസേഷൻ നടക്കുന്നുണ്ട്. ആ നോർമലൈസേഷൻ നടന്ന ഇതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ നോർമലൈസേഷൻ അല്ല. പകരം അവിടെ നടക്കുന്ന നോർമലൈസേഷൻ എന്ന് പറയുന്നത് കെമിസ്ട്രിക്ക് BPharm പരീക്ഷയിൽ ഒരു ആൻസറിന് 4 മാർക്കിന് പകരം അതിൽ കൂടുതൽ മാർക്ക് ലഭിക്കുന്നുണ്ട്. അതായത് കെമിസ്ട്രിക്ക് ഒരു വെയിറ്റേജ് ഉണ്ട്. ഫിസിക്സിന് ലഭിക്കുന്ന മാർക്കിനേക്കാളും കെമിസ്ട്രിക്ക് വെയിറ്റേജ് ഉണ്ട്. ആ നോർമലൈസേഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ വെയിറ്റേജ് കൊടുത്ത് കഴിഞ്ഞ ശേഷം 10 മാർക്ക് ലഭിക്കുന്നവർക്ക് അവിടെ പ്രയോറിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ BPharmൻ്റെ കേസിൽ കെമിസ്ട്രിയിലെ 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിലെ 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ തന്നെ, ഫിസിക്സ് അറ്റൻഡ് ചെയ്യാതെ തന്നെ കെമിസ്ട്രിയിലെ 3 ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ, കറക്റ്റ് ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ BPharm റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഫിസിക്സിന് ഇത്ര മാർക്ക് വേണമെന്നോ കെമിസ്ട്രിക്ക് അത്ര മാർക്ക് വേണം എന്നോ എന്നും പറയുന്നില്ല. ഇവിടെയും SC/ST കാൻഡിഡേറ്റ്സിന് എക്സെപ്ഷൻ ഉണ്ട്. ഫോർ SC/ST കാൻഡിഡേറ്റ്സ് ദർ ഇസ് നോ റിക്വയർമെൻറ്റ് ഓഫ് മിനിമം സ്കോർ for ranking for BPharm course. However, the candidates who fail to answer at least one question in the physics and chemistry sections of the engineering entrance examination will be disqualified. അപ്പോൾ അവിടെയും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ആൻസർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇൻ ദ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി സെക്ഷൻസ് എന്ന് പറയുന്നുണ്ട്. ഫിസിക്സിൽ ഒരു ആൻസറും ഒരു ക്വസ്റ്റ്യനുള്ള ആൻസറും കെമിസ്ട്രിയിലെ ഒരു ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിരിക്കണം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഇത്രയും മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറി ആണെങ്കിലും മറ്റ് കാറ്റഗറി ആണെങ്കിൽ SC/ST കാറ്റഗറി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാലേ അവർക്ക് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഈ എൻജിനീയറിംഗിൻ്റെ കേസിൽ SC/ST കാൻഡിഡേറ്റ്സിന് ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്തമാറ്റിക്സിലും കൂടി ഒരു ചോദ്യം അറ്റൻഡ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഒറ്റ ചോദ്യം അറ്റൻഡ് ചെയ്താൽ തന്നെ അവർക്ക് മാർക്കൊന്നും ഇല്ല എങ്കിൽ കൂടി, മിനിമം മാർക്കില്ലെങ്കിൽ പോലും അവരെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഏതായാലും സിയുടെ ഈ ഒരു എക്സാം കഴിഞ്ഞ ശേഷം ബാക്കി കാര്യങ്ങൾ, ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരും. ആ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച് തരാം. വീഡിയോ വാച്ച് ചെയ്ത് നന്ദി, നമസ്കാരം.